വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എടുക്കുകയാണ്. ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് എന്താ കാണിച്ചു തരാൻ പോണെന്ന് വെച്ചാൽ ഹലോ കിറ്റിയുടെ ബുക്സ് ആണ് ഗൈസ്. ഹലോ കിറ്റിക്ക് ഇങ്ങനത്തെ കുറച്ച് ബുക്സ് ഉണ്ട്. ആക്ടിവിറ്റി ബുക്ക്, ഇത് മാത്സ് ബുക്ക്, അങ്ങനെ കുറച്ച് ബുക്കുകൾ. അത് ഏതൊക്കെ ബുക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, മാത്സ് ബുക്ക്, ആക്ടിവിറ്റി ബുക്ക്, സോഷ്യൽ ബുക്ക്, കെമിസ്ട്രി ബുക്ക്, ഇംഗ്ലീഷ് ബുക്ക്, പ്രൊജക്റ്റ് ബുക്ക്, ഹിസ്റ്ററി ബുക്ക്, ബയോളജി ബുക്ക്. പിന്നെ നമുക്കൊരു റൂളർ, ഒരു പെൻസില്, പിന്നെ ഒരു ഇറേസർ, ഒരു കട്ടറും വരുന്നുണ്ട്. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. റബ്ബർ ഇതൊക്കെയാണ്. ഓക്കെ, അതൊക്കെയാണ് അത്. ഓക്കെ, പിന്നെ ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. അതാണ് ഇത് കേട്ടോ. മാപ്പിഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊരു സാധനമാണ്. മാജിക് സ്റ്റോൺ വിത്ത് കെയർ കളറുണ്ട്. ഫിൽ ഹൈലൈറ്റ്. സ്ട്രോബെറി എന്നാണ് പറയുന്നത്. സ്ട്രോങ്, ക്ലീൻ, ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ എന്താ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ മുന്നേ വായിച്ചതാണ്, അത് മനസ്സിലായില്ല. അപ്പം എന്തായാലും പിടിച്ചോ. കയ്യിൽ വരച്ചു, കയ്യിൽ പറഞ്ഞിട്ട് പറയുന്നില്ല. ഇത് ക്രയോൺ അവിടെ ഷെയ്ഡ് കിട്ടുമോ? ഷെയ്ഡ് കച്ചറൊക്കെ എഴുതിയതാണ്. വേണമെങ്കിൽ നല്ല രീതിയിൽ എഴുതി കാണിച്ചത്. നല്ല രീതിയിൽ ഷെയ്ഡിങ്ങല്ലേ. അതെ, അപ്പം ഇത് ക്രയോണാണ് തോന്നുന്നു. പിന്നെ നമ്മുടെ ഒരു ക്യൂട്ട് ബാഗുണ്ട്. ഒരു ക്യൂട്ട് ബാഗാണ്. ഇപ്പം ഇതിലൊന്നും നിറച്ചിട്ടില്ല, കാരണം ഇതിപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ബാഗ് വേണ്ടേ ഹലോ കിറ്റിക്ക്. അതിനാണ് ഈ ബാഗ്. ഇപ്പോൾ ബാഗിലൊന്നും ഇട്ടിട്ടില്ല, പോകുമ്പോൾ ബാഗ്. അപ്പോൾ ഇത്രക്കുള്ളൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയല്ല. നമ്മുടെ വേർഷൻ ഇതാണ് ഗൈസ്. മാമാ എർത്തിൻ്റെ ബേബി മോയ്സ്ചറൈസർ. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നും കുളിച്ച് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമുക്കിടാം. ഇത് ഇങ്ങനെ തുറക്കാം. സ്മെല്ലിന് ഭയങ്കര രസമാട്ടോ. ഇത് വന്നിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണോ? ഇല്ല, എന്തോ ഓയിലും ഷിയ ബട്ടറുമാണ്. ഇതിങ്ങനെ ആക്കാം. ചെറുക്കാം.
തണുപ്പിക്കല്ലേട്ടാ കളയരുതേ. ഇത് പുറത്ത് വരുമ്പോൾ മാത്രമല്ല കേട്ടോ, വീട്ടിലിരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആക്കും കേട്ടോ. ബേബി മോയ്സ്ചറൈസർ ആണെങ്കിലും നമ്മുടെ അഡൾട്ട്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു കോക്കനട്ട് ഓയിൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണോ അല്ലേ, വേറെന്തോ ഓയിലാണെന്ന് എനിക്കറിയില്ല. ഇത് എന്തായാലും ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വേറെ സാധനം ഉണ്ട്. ആ സാധനം ഞാൻ എവിടെ വെച്ചിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നുണ്ട് ഒക്കെ ഞാൻ അവിടെ തൊട്ടേ. അത് ടേബിളിൽ തന്നെയാണ്, ടേബിളിട്ടൊരു കളിയില്ല അല്ലേ. ടേബിളിൽ വെച്ചാൽ നമുക്ക് വേഗം കിട്ടും. ടേബിളിലല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അവിടെ പോയി എടുത്ത്. പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ അകത്താണ് ഞാനത് വെച്ചത്. ഇതിനകത്ത് കുറേ റാക്കുണ്ട് കേട്ടോ, പക്ഷെ ആ റാക്കൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. റാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്മോൾ റാക്സ് അല്ലേ, അപ്പോൾ അത് പൂരി വെക്കാനും പറ്റും ഇടാനും പറ്റും. ഞാനതിൽ ഇട്ടേക്കാണ്, അത് വേണമെങ്കിൽ ഇപ്പോൾ ഇടാനും പറ്റും കേട്ടോ. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓക്കെ, എനിക്ക് ആ സാധനം കിട്ടി. നമ്മുടെ വാസ്ലീൻ എടുക്കാനാണ് ഞാൻ ഇഷ്ടം. സെറ്റാണ് ഗൈസ്. ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോന്ന് വാങ്ങിച്ച സൂമെക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പ്രേ ഉണ്ട് കേട്ടോ. സ്പ്രേ പല്ലോ അല്ലാതിരിക്കാം, 4 പല്ലാടിയിരിക്കുന്നുണ്ട്. നമുക്ക് മണയ്ക്ക് ഓൾറെഡി അറിയാം, എന്നാലും മറിച്ചേക്കാം. ആ അല്ല സെറ്റാണ്.
ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും